ഈ രാവിലെ മുതൽ രാത്രി വരെ കൂലിപ്പണിക്കാർ വെയിലത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത്, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, DMS, CITU, INTUC പോലെയുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ചുമട്ട് തൊഴിലാളികൾ, അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ആ ചൂടിൽ പണിയെടുത്ത് വീട്ടിലേക്ക് വന്ന സമയത്ത് അവർക്കൊരു സുഖമായിട്ടൊരു ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത്. ഈ ലോക ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയും പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന് 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ വിശ്രമവും, അത് വിശ്രമം എന്നുള്ള ഉറക്കവും മൗലിക അവകാശമാണ്. ആ മൗലികാവകാശം പോലും നമ്മുടെ കേരളത്തിലെ ഒരു സാധാരണക്കാരൻ്റെ വ്യക്തിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ നോക്കണം, ഇൻവെർട്ടർ ഇല്ലാത്ത വീടുകൾ, പ്രത്യേകിച്ച് കൂലിപ്പണിക്കാരനും ആ ഓട്ടോറിക്ഷ ഓട്ടുന്ന ആൾക്കാരും, അല്ല നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുമാണ് ഇൻവെർട്ടറൊന്നും ഇല്ലാത്ത ആൾക്കാർ. അവർക്കാണ് ഏറ്റവും കൂടുതൽ വിശ്രമം വേണ്ടത്. അവർക്കാണ് 8 മണിക്കൂർ ഉറക്കമുള്ളത് വെറും 2-3 മണിക്കൂർ ഉറങ്ങുന്ന സാഹചര്യം എത്തുന്നത്. അതിലൂടെ അവർക്ക് വലിയൊരു ആരോഗ്യ പ്രശ്നം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് പറയുന്നത്. ആരോഗ്യ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടെങ്കിൽ അവർ ക്യാൻസർ പോലുള്ള മാരക. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, ഫാർമസി, ICU, NICU, ലബോറട്ടറി, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, വെന്റിലേറ്റർ, ലേബർ തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ